MSC എൽസ 3 കപ്പൽ അപകടത്തിൽ സംസ്ഥാനം ആവശ്യപ്പെട്ട നഷ്ടപരിഹാരം നൽകാനാകില്ലെന്ന് കപ്പൽ കമ്പനി. സംസ്ഥാനത്തിന്റെ അഡ്മിറാൽറ്റി സ്യൂട്ടിൽ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലാണ് മെഡിറ്ററേനിയൻ ഷിപ്പ് കമ്പനിയുടെ മറുപടി. 9,531 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. കപ്പലപകടം രാജ്യാതിർത്തിക്ക് പുറത്തായതിനാൽ സംസ്ഥാനത്തിന് അഡ്മിറാലിറ്റി സ്യൂട്ട് നൽകാൻ അധികാരമില്ലെന്നാണ് കപ്പൽ കമ്പനിയുടെ പ്രധാന വാദം. കപ്പലിൽ നിന്ന് ഇന്ധനമോ അപകടകരമായ രാസവസ്തുക്കളോ ചോർന്നിട്ടില്ലെന്നും കടലിൽ പതിച്ച പ്ലാസ്റ്റിക് മാലിന്യം കേരള തമിഴ്നാട് തീരത്തുനിന്ന് നീക്കം ചെയ്തെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. സമുദ്ര പാരിസ്ഥിതികാഘാതം ചോദ്യം ചെയ്യാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണെന്നും സംസ്ഥാനത്തിന് മത്സ്യബന്ധന നഷ്ടം ഉന്നയിക്കാനാകില്ലെന്ന നിലപാടും കമ്പനിക്കുണ്ട്. നഷ്ടപരിഹാരം നൽകുന്നതിൽ തർക്കമുണ്ടായതോടെ കോടതി നിർദ്ദേശപ്രകാരം തടഞ്ഞുവെച്ച അക്വിറ്റേറ്റ 2 കപ്പൽ വിട്ടുകിട്ടണമെന്ന ആവശ്യവും കമ്പനി കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. കപ്പലപകടം പരിസ്ഥിതിക്കും മത്സ്യബന്ധന മേഖലയ്ക്കും ഉണ്ടാക്കിയ നാശനഷ്ടം വിലയിരുത്തിയാണ് സർക്കാർ നഷ്ടപരിഹാരം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. മെയ് 24-നാണ് കൊച്ചി തീരത്ത് MSC എൽസ 3 കപ്പൽ അപകടത്തിൽപ്പെട്ടത്. കപ്പലിൽ നിന്ന് രാസവസ്തുക്കളടക്കം സൂക്ഷിച്ചിരുന്ന കണ്ടെയ്നറുകളിൽ പലതും കടലിൽ വീഴുകയും പിന്നീട് കേരളത്തിലെ വിവിധ തീരങ്ങളിൽ കരയ്ക്കടിയുകയും ചെയ്തിരുന്നു. മീഡിയ 1 കൊച്ചി.